കുറെ പേരൊക്കെ 8-10 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഡോക്ടറെ, എന്നിട്ടും മൈഗ്രെയിൻ കുറയുന്നില്ല എന്ന് പറയാറുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളത് പോലെ എങ്ങനെ ഉറങ്ങി എന്നുള്ളതും, അതായത് സ്ലീപ്പിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ളവരെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കാര്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. ഇന്ന് മിക്ക ആളുകളും ജോലിയുടെയോ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ഒക്കെ തിരക്കുകൊണ്ട് പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ആളുകളൊക്കെ പ്രോപ്പറായിട്ട് സൺലൈറ്റിന്റെ എക്സ്പോഷറും ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിട്ട് കാണാറുണ്ട്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ പല ആളുകളും കിടന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിൽ നിന്നും വരുന്ന ലൈറ്റ് ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ റിലീസിനെ ബാധിക്കും. സോ ഇതും ഉറക്കത്തെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫുഡ് കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടക്കുന്നത് ഉറക്കത്തെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ജോലിയിലും ഫാമിലിയിലും ലൈഫിലൊക്കെ വരുന്ന അമിതമായ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്, ഓവറായിട്ടുള്ള ആൻസൈറ്റി, പേടി, കൂടുതലായിട്ട് പല കാര്യങ്ങളെയും പറ്റി ചിന്തിക്കുക, PCOD, തൈറോയ്ഡ് ഡിസീസസ്, ഇതൊക്കെ തന്നെ ഉറക്കത്തെ ബാധിക്കാം. പല സമയങ്ങളിലായിട്ട് ഉറങ്ങുക, അതായത് കറക്റ്റ് ടൈമിന് കിടക്കുകയും എഴുന്നേക്കുകയും ചെയ്യാതിരിക്കുക, കിടക്കുന്ന പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ, റൂമിലുള്ള ലൈറ്റ്, സൗണ്ട്, ഇതൊക്കെ തന്നെ ഉറക്കത്തെ ബാധിക്കുന്ന കാര്യമാണ്. സോ നന്നായിട്ട് ഉറങ്ങിയിട്ടും മൈഗ്രെയിൻ വരുന്നു എന്ന് തോന്നുന്നവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക.